നമ്മളിപ്പോൾ നിൽക്കുന്നത് വെമ്പുഴച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല സ്പീഡിൽ രണ്ട് സ്ഥലത്തു നിന്ന് നല്ല സ്പീഡിൽ വണ്ടി വരുന്ന ഒരു സ്ഥലമാണിത്. അവിടെ നിന്ന് വരുന്ന സ്പീഡിൽ വരുന്ന വണ്ടി ഈ സൈഡിൽ ചേർന്ന് ഒരാൾ പോവുകയാണെങ്കിൽ അവർക്ക് നടന്ന് പോകാനുള്ള ഗ്യാപ്പില്ല. കാരണം ഒരു സൈഡ് തോടാണ്. ഈ സൈഡിൽ ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സൈഡ് വാളോ അങ്ങനെ എന്തെങ്കിലും കെട്ടി മതിലോ എന്തെങ്കിലും കെട്ടിയിട്ട് ഒരു ഫുട്പാത്ത് പോലെ ആക്കണം. കാരണം നടന്നു വരുന്ന ആൾക്കാർക്ക് നടന്നു പോകുന്നതിനായിട്ട് ഒരു ഫുട്പാത്തോ അങ്ങനെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതൊന്ന് ശ്രദ്ധയിൽ ചുരുത്തി എത്രയും പെട്ടെന്ന് ഇതൊന്ന് പരിഹരിക്കണമെന്ന് ഇവിടെയുള്ള നാട്ടുകാർ നമ്മളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഈ ന്യൂസ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം ഇവിടെ ഒരു സൈഡ് മതിൽ കെട്ടുന്ന രീതിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് കേൾക്കേണ്ടി വരും മറ്റൊരു അപകട വാർത്ത. അപകടങ്ങൾക്ക് നടന്നതിന് ശേഷം നമ്മൾ പറയുന്നതിൽ നല്ലത് എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു പരിഹാരം കണ്ടുപിടിക്കാവുന്നതാണ്. അശാസ്ത്രീയ റോഡ് ടാറിംഗ് അപകടങ്ങൾക്ക് തുടർക്കഥയാകുന്നു. എടൂർ കരിക്കോട്ടക്കരി റോഡ് പുതുതായി ടാറിംഗ് പ്രവൃത്തി നടത്തി. പ്രധാന ജംഗ്ഷനായ സെമിത്തേരിക്കുന്ന് വളവ് വാഹനം സൈഡ് ചേർത്ത് ഓടിക്കുമ്പോൾ സൈഡിൽ നിന്നും തെന്നി നീങ്ങാനും റോഡ് സൈഡിൽ കൂടി നടക്കുന്ന ജനങ്ങൾ ഈ കട്ടിങ്ങിൽ വീഴുകയും ചെയ്യും. അങ്ങനെ വന്നാൽ വാഹനവും യാത്രക്കാരും തമ്മിൽ താഴ്ചയിലുള്ള കുഴിയിലേക്ക് മറിയുകയും ചെയ്യുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും വളരെ ക്ലേശകരമായാണ് ഇതിലെ നടക്കുന്നത്. മേൽക്കരാറുകാരൻ നിരവധി സ്ഥലത്ത് ഇത്തരം അപാകതകൾ ഉണ്ടാക്കിയതായി മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് പെട്ടിക്കടയുടെ മുൻപിൽ വലിയ കുഴിയുണ്ടാക്കി ദിവസങ്ങളോളം ബുദ്ധിമുട്ടാക്കി കടയുടമയ്ക്കും നാട്ടുകാർക്കും വരുത്തിയത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണോ അതോ ഈ നാട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ മതി എന്ന കരാറുകാരന്റെ മനോഭാവമാണെങ്കിൽ നാട്ടുകാർ ഒന്നിച്ചു നിന്ന് ശക്തമായി പ്രതിരോധിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. റോഡിന്റെ സൈഡുകളിൽ കെട്ടി പൊതുജനങ്ങൾക്ക് നടന്നു പോകുന്നതിന് ഫുട്പാത്ത് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യാമോൾ, കൊച്ചിയിൽ നിന്നും. എടൂർ വെമ്പഴച്ചാൽ കരിക്കോട്ടക്കരി റോഡിൻ്റെ PW റോഡ് ടാറിങ് വീതി കൂട്ടി ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡും ടേണിംഗ് ഉള്ള പുഴ സൈഡും അപ്പോഴത് ഒന്നെങ്കിൽ മതിൽ കിട്ടുകയോ അല്ലെങ്കിൽ സൈഡ് ഫുട്പാത്ത് പോലെ ആക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. ഒരു വാഹനം സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ തോട്ടിലോട്ട് വാഹനം പോകും. ആളുകൾക്ക് നടക്കാൻ പോലും വീതിയില്ലാത്ത ഒരവസ്ഥയിലോട്ടാണ് ഉള്ളത്. അതുകൊണ്ട് PW അധികാരികൾ എത്രയും വേഗം ഈ അപകട മേഖലയിൽ നിന്ന് തരണം ചെയ്ത് യാത്രക്കാരെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് കരിക്കോട്ടക്കരി പോകുന്ന വഴിയിലുള്ള ഈ സുംതേരിൻ്റെ താഴെയുള്ള ഈ റോഡിൻ്റെ ശോചനാവസ്ഥയാണ് ഈ പറയുന്നത്. എന്താ പറയുക, കാൽനടക്കാർക്കും വണ്ടിക്കാർക്കും പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് ഇപ്പോൾ ഇത് കാണപ്പെടുന്നത്. ഏതൊരു വണ്ടി വന്നിട്ട് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം അധികൃതർ ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കാം. എടൂർ കരിക്കോട്ടൂർ റോഡാണിത്. അതിൻ്റെ കുറച്ച് ശോധനാവസ്ഥ തന്നെയാണ്. കാരണം ചില വണ്ടികൾ രണ്ട് വഴിയും വളവ് ആണ്. വണ്ടി സ്പീഡായിട്ട് വരുമ്പോൾ നമ്മൾ കരിക്കോട്ടേരിക്ക് പോകുന്ന റൂട്ടിൽ തോടിൻ്റെ സൈഡ് എപ്പോഴും അപകട അവസ്ഥയിലാണ്. കാൽനടക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് എത്രയും പെട്ടെന്ന് അത് അധികൃതർ നോക്കിയിട്ട് അത് ഒരു ഫുട്പാത്ത് പോലെയോ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടി അത് മറയ്ക്കുക. തോടുമായിട്ടുള്ള സൈഡായതുകൊണ്ട് നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് വരുമ്പോൾ ഒരു സൈഡ് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വെട്ടിത്തിരിഞ്ഞ് പോകാൻ ചാൻസുകൾ ഉണ്ട്. തോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് മാറ്റി പുനഃസ്ഥാപിക്കാൻ അത് പുതിയ മതിലോ അല്ലെങ്കിൽ ഫുട്പാത്തോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അധികൃതർ അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ചേട്ടാ, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പണി കഴിഞ്ഞ് പകുതിയായിട്ടുണ്ട്. എന്നാലും ഈ രണ്ട് വളവിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം കെട്ടിയിട്ടില്ലെങ്കിൽ വാഹനത്തിന് എല്ലാം ഈ താഴെ തോടാണ്. ആ തോട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് കെട്ടി ലെവലാക്കി എടുക്കുകയാണെങ്കിൽ റോഡ് നല്ല കണ്ടീഷനായിട്ട് പോകും. ആൾക്കാർക്ക് സഞ്ചാരം യോഗ്യമാകും. നമ്മളൊക്കെ ഡെയിലി ഇതിലേ പോകുന്നതാണ്. അപ്പോൾ ഏറ്റവും ഈ രാത്രിക്ക് അറിയത്തില്ലാത്ത ഒരാൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പരിചയമില്ലാത്ത ആൾക്കാർ ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ അതൊരു അപകട മേഖലയാണ്. അത് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. ചേട്ടാ, എന്താണ് ഈ റോഡിൻ്റെ ഈ സൈഡിനെ പറ്റി ചേട്ടന് പറയാനുള്ളത്?
പറയാനുള്ളത് അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് സൈഡുകളെല്ലാം കെട്ടി യാത്രക്കാർക്ക് സൗകര്യപ്രദമായി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ അപകടങ്ങൾ ഇങ്ങനെ പതിയിരിക്കുക, വളവും തിരിവും. ബൈക്ക് യാത്രക്കാർ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് പറയാനുള്ളത്.